എല്ലാവരും പറയുന്നത് നീ കേട്ടിട്ടുണ്ടാവും. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യൂ, ഈസി മണിയാണെന്ന്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലായിടത്തും ഒരേ ഡയലോഗ്: ക്വിറ്റ് യുവർ ജോബ്, ഫോളോ യുവർ പാഷൻ. പക്ഷെ ആരും പറയാത്തൊരു സത്യമുണ്ട്. യൂട്യൂബ് അത്ര ഈസിയല്ല. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ നീ റെഡിയാണോ? ഇത് കേട്ടതിന് ശേഷം നിനക്ക് യൂട്യൂബ് ചെയ്യണമെന്ന് തോന്നിയാൽ നിനക്കിത് സീരിയസ്ലി ചെയ്യാം. ഞാൻ നിനക്കത് 6 പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞുതരാം. യൂട്യൂബ് ഒരു സിമ്പിൾ പ്ലാറ്റ്ഫോം അല്ല. ഇതിൽ കൺസിസ്റ്റൻസി വേണം, പേഷ്യൻസ് വേണം, റിസൾട്ട് വരാൻ സമയം വേണം. പക്ഷെ ബിഗിനേഴ്സ് എന്താണ് കരുതുന്നത്? ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, വ്യൂസ് വരും, സബ്സ്ക്രൈബേഴ്സ് ഈസിയായി കിട്ടും. പക്ഷേ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം ഒന്നും സംഭവിക്കില്ല. നോ വ്യൂസ്, നോ കമൻറ്റ്സ്, നോ സബ്സ്ക്രൈബേഴ്സ്, ഫുൾ സൈലൻസ്. അത് നീ എക്സ്പെക്റ്റ് ചെയ്തതല്ല. റിയാലിറ്റി എന്തെന്നാൽ ഒന്നും അത്ര ഈസിയല്ല. നീ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. 2 വ്യൂസ്, 5 വ്യൂസ്, ചിലപ്പോൾ 0 വ്യൂസ്. അത് കാണുമ്പോൾ നിൻ്റെ മൈൻഡ് എന്ത് പറയും? ഇത് വർക്ക് ചെയ്യുന്നില്ല, എനിക്കിത് പറ്റില്ല. ഇതാണ് മോസ്റ്റ് ആളുകളും ക്വിറ്റ് ചെയ്യുന്ന പോയിന്റ്. പക്ഷെ ട്രൂത്ത് എന്തെന്നാൽ എവ്രി ബിഗ് ക്രിയേറ്റർ സ്റ്റാർട്ടഡ് വിത്ത് 0. എല്ലാവരും ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അവർ ക്വിറ്റ് ചെയ്തില്ല. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ക്യാഷ് കിട്ടില്ല. യൂട്യൂബ് ഒരു ഫാസ്റ്റ് മണി പ്ലാറ്റ്ഫോം അല്ല. ഇതൊരു സ്ലോ ഗെയിമാണ്. കണ്ടൻറ് ഇമ്പ്രൂവ് ചെയ്യാൻ സമയം, അൽഗോരിതം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സമയം, ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ സമയം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സമയം, മോണിറ്റൈസേഷൻ വരാൻ സമയം. 3 മാസം അല്ലെങ്കിൽ 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ. നീ റെഡിയാണോ ഈ വെയിറ്റിന്? പക്ഷെ പലരും 10 വീഡിയോസ് കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യും. മെൻ്റൽ പ്രഷർ, ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് പാർട്ട്. നീ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവന് 1 lakh വ്യൂസ്, എനിക്ക് 10 വ്യൂസ്. അത് സ്ലോലി പ്രഷറാക്കും. നീ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ടാലൻ്റ് ഇല്ലേ? ഞാൻ ലേറ്റാണോ? മെല്ലെ മെല്ലെ പ്രഷർ ബിൽഡ് ചെയ്യും. സെൽഫ് ഡൗട്ട്, ഓവർ തിങ്കിങ്, ക്വിറ്റ് ചെയ്യാനുള്ള ഫീലിംഗ്. നീ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് മന്ത് 0, സെക്കൻഡ് മന്ത് 0, തേർഡ് മന്ത് 0. ഇത് റിയാലിറ്റിയാണ്. മോണിറ്റൈസേഷൻ കിട്ടാൻ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണം. ഇത് ഈസിയല്ല. പലരും ഈ സ്റ്റേജിൽ തന്നെ ഗീവ് അപ്പ് ചെയ്യും. യൂട്യൂബ് ഈസ് നോട്ട് ഫോർ എവരി വൺ. ഫെയിം വേണ്ടവർക്ക് മാത്രമല്ല, മണി വേണ്ടവർക്ക് മാത്രമല്ല. മോട്ടിവേഷൻ മാത്രം മതിയായില്ല. ഡിസിപ്ലിൻ വേണം, പേഷ്യൻസ് വേണം, ദിവസവും ചെയ്യാൻ താല്പര്യം വേണം. നോബഡി ഈസ് കമ്മിങ് ടു സേവ് യു. നോബഡി വിൽ പുഷ് യു. യു ആർ എലോൺ ഇൻ ദിസ് ജേർണി. സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണിത്. ഇത് കേട്ടിട്ട് നിനക്ക് സ്റ്റിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? യെസ് എങ്കിൽ വെൽക്കം ടു റിയൽ ക്രിയേറ്റേഴ്സ്. കാരണം നിനക്ക് ഈസി വഴി വേണ്ട, നിനക്ക് റിയൽ ജേണിയാണ് വേണ്ടത്. നിനക്ക് റിയൽ സ്ട്രഗിൾ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് നിന്നെ ഡിഫറെൻ്റ് ആക്കുന്നത്. ദിസ് ഈസ് സുർഗ, നോട്ട് ഫോർ എവരി വൺ.